വൈറ്റ്സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. സിബിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് വ്യാവസായിക വകുപ്പ് വലിയ കൊട്ടിഘോഷി നടത്തിയ ഒന്നാണല്ലോ സമീപകാലത്തെ വ്യാവസായിക സമ്മിറ്റ്. ഒട്ടേറെ കമ്പനികൾ അവിടേക്ക് കടന്നു വന്ന് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തുകയുണ്ടായി. മൊണാർക്ക് എന്നൊരു കമ്പനി 5000 കോടിയുടെ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൊണാർക്ക് മാത്രമല്ല, ഒരുപാട് കമ്പനികൾ ഒരുപാട് നിക്ഷേപത്തിന്റെ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കടലാസ് കമ്പനികൾ മാത്രമാണോ? അതിനപ്പുറത്തേക്ക് ഇതൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന ഒന്നാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വ്യവസായ വകുപ്പ് നടത്തിയിട്ടുള്ള ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അത് വളരെ അധികം ജനശ്രദ്ധ ആകർഷിച്ചു. ഒരുപാട് ആളുകൾ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നു, പല ആളുകളും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പ്രതിപക്ഷം അതിപ്പോൾ NDA ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ സമ്പൂർണ്ണമായൊരു പിന്തുണയൊക്കെയാണ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വ്യവസായ വകുപ്പ് നടത്തിയത് എങ്ങനെയാണ്? കാരണം വിദേശത്തും സ്വദേശത്തുമുള്ള നിക്ഷേപകർക്ക് പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാം, ആ പ്രൊജക്റ്റുകൾക്ക് സർക്കാർ അംഗീകാരം നൽകുകയും പിന്നീട് ആ പദ്ധതി അവിടെ നടപ്പിലാക്കുകയും ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡ് നേരത്തെ സംസ്ഥാനത്തെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയും തയ്യാറാക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് പ്ലാനിംഗ് ബോർഡാണ്, സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡാണ്. പക്ഷേ സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡ് ഇപ്പോൾ പൂർണ്ണമായിട്ടും അപ്രസക്തമായിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം പ്ലാനിംഗ് ബോർഡുകൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതികളും ഇപ്പോൾ സംസ്ഥാനത്തില്ല. കാരണം പ്ലാനിംഗ് ബോർഡുകളാണ് നോർമലി ഈ സംസ്ഥാനത്തിൻ്റെ സർവേ നടത്തേണ്ടതും ഏതൊക്കെ മേഖലകളിലാണ് ഇനി പുതിയ വികസനങ്ങൾ എത്തിക്കേണ്ടതെന്നും ഒക്കെ തീരുമാനിക്കേണ്ടത്. ആ പ്ലാനിംഗ് ബോർഡ് കൊടുക്കുന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നല്ല കാര്യമാണ്, നമ്മളതിനെ ഒരിക്കലും തർക്കം പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ആദർശ് ആദ്യം പറഞ്ഞ മൊണാർക്ക് സർവേസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം, ഇത് 5000 കോടി രൂപയുടെ ഒരു ടൗൺഷിപ്പ് പദ്ധതിയാണ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാ കമ്പനികളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ ലുലു ഗ്രൂപ്പ് പോലുള്ള വലിയ കമ്പനികൾ അതിൽ വന്നിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് അവരുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പദ്ധതി ഓൾറെഡി നിലവിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അനുബന്ധ പദ്ധതികൾ ഉറപ്പായും അവർക്ക് പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും അവർക്ക് നിക്ഷേപ പ്രഖ്യാപനം നടത്തിയേ പറ്റൂ. ഇതിനകത്ത് ഏറെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൊണാർക്ക് സർവേയേഴ്സ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇത് പൂനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ്. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25 കോടി രൂപയാണ്. അതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏകദേശം ലാസ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു അവർക്ക് 200 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് ഇവരുടെ ആനുവൽ ടേൺ ഓവർ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു കമ്പനി 5000 കോടി രൂപയുടെ പദ്ധതി എങ്ങനെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ ഈ മൊണാർക്ക് എന്ന് പറയുന്ന കമ്പനിയെ നമുക്ക് ഒരിക്കലും വിമർശിക്കാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ അവർ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിക്ഷേപങ്ങൾ കണ്ടെത്താനായിട്ടുള്ള സാധ്യതകളുണ്ടാവും. അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് IPO എന്ന് പറയുന്നത്. പക്ഷേ ഇവർ IPOയിൽ പോലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. IPO ലിസ്റ്റിംഗ് പോലും ഇവരുടെ പ്രോസസ്സിങ്ങിലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മൊണാർക്ക് സർവേസ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം 5000 കോടി രൂപയുടെ നിക്ഷേപം എങ്ങനെ നടത്തുന്നു എന്നുള്ളതിന് ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി നമ്മൾ കണ്ടതാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് സംഭവിച്ചത് എന്താണ്? വളരെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ടീകോം എന്ന് പറയുന്ന കമ്പനി സ്മാർട്ട് സിറ്റിയുടെ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുകയും ഇപ്പോൾ അവരുടെ കൈവശമാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ സ്ഥലം വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ടീകോം എന്ന് പറയുന്ന സ്ഥാപനത്തിന് പെനാൽറ്റി കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അതിപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല. കുറച്ച് 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് ഉയർന്നു വന്നുവെങ്കിലും അത് ഇപ്പോൾ അധികം ആരും ചർച്ച ചെയ്യുന്നില്ല. അത് എവിടെയൊക്കെയോ പോയി മറഞ്ഞു. അതുപോലെ തന്നെ ഈ മൊണാർക്ക് എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര ഒരു റിസർവ്ഡ് ഫണ്ട് ഇല്ലാത്ത ഒരു കമ്പനി 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നു എന്ന് പറയുന്നതിൽ കുറേയധികം ദുരൂഹതകളുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ അനുവദിച്ചു കൊടുക്കാൻ സാധ്യതയുള്ള ഭൂമി അത് എന്ത് വിലയ്ക്കാണ് സർക്കാർ ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് നൽകുന്നത്? അതോ മൊണാർക്ക് എന്ന് പറയുന്ന ഈ കമ്പനി തന്നെ സ്ഥലം ഏറ്റെടുക്കുകയാണോ, അതോ സർക്കാർ ഇവർക്ക് സൗജന്യമായി ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് സ്ഥലം നൽകുകയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ ഒരു ടൗൺഷിപ്പിന് വേണ്ടി ഇവർക്ക് സൗജന്യമായിട്ടാണ് സ്ഥലം നൽകുന്നത് എങ്കിൽ അവിടെ ഒരു അഴിമതിയുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മൊണാർക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാം. അവർ സർവേസ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ആണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അവർ IPO ലിസ്റ്റിങ്ങിന് വേണ്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിട്ട്
ഇവർക്ക് ഇതിനുള്ള റിസർവ്ഡ് ഫണ്ട് നിലവിൽ ഇല്ല. ഒന്നെങ്കിൽ ഇവർക്ക് IPO ഇതിലൂടെ കളക്ട് ചെയ്യണം. IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കാരണം സെബിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിനുശേഷം മാത്രമേ പൊതുജനങ്ങളിൽ നിന്ന് ഷെയർ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അത് ഷെയർ വിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇതിനകത്ത് വലിയ ഒരു അഴിമതി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ആര് എങ്ങനെ നടത്തി എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. പക്ഷേ ഇതിനകത്ത് കൃത്യമായ ഒരു അഴിമതിയുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പ്ലാനിംഗ് ബോർഡ് പോലെയുള്ള ഒരു വിദഗ്ധ സമിതി, ഈ വിദഗ്ധ സമിതി നടത്തേണ്ട സർവേ ഈ പ്രാവശ്യം തന്നെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അതായത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള സാമ്പത്തിക സർവേ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന് അത് നൽകാൻ സാധിച്ചില്ല. പ്രതിപക്ഷ നേതാവ് അത് വളരെ ശക്തമായിട്ട് സഭയിൽ ആവശ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ സർക്കാരുകൾക്ക് നിരന്തരം വീഴ്ചകൾ പറ്റുന്നു. സർക്കാരുകൾ മണ്ടന്മാരാവുന്നതാണോ അതോ സർക്കാർ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതാണോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമായിട്ട് നിൽക്കുകയാണ്. ഇതിനു മുമ്പ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒരു ഷിജു M വർഗീസ് എന്ന് പറയുന്ന ഒരാൾ വന്നത് നമ്മൾ അറിഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആകെ ഉണ്ടായിരുന്ന ആസ്തി എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവർക്ക് 200 കോടിക്ക് താഴെ ആനുവൽ ടേൺ ഓവർ ഉണ്ട്. ഇവർക്ക് പല സ്ഥലങ്ങളിലും ടൗൺഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു. ഈ പൂനെയിലൊക്കെ ഇവരുടെ ടൗൺഷിപ്പിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ ഇവരുടെ ഷോപ്പിംഗ് മാളുകളുടെ അവസ്ഥകൾ എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ എന്തുകൊണ്ട് ഇതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന മറ്റൊരു സംഭവം ആദർശം അറിയുക. കാരണം ഒരാൾ കഞ്ചാവ് ഡാഡി വന്നു എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടല്ലേ. അതുപോലെ അപ്പോൾ ഇതിനുള്ളിൽ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള കമ്പനികളുടെ ക്രെഡിബിലിറ്റി, ഇപ്പം ലുലു ഗ്രൂപ്പ്, രവി പിള്ളയുടെ കമ്പനി, അതല്ലെങ്കിൽ വിദേശത്തുള്ള ഷെയ്ഖ്മാരുടെ കമ്പനി, ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ പ്രധാനപ്പെട്ട നിക്ഷേപകരായിട്ടുള്ള ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ എന്തുകൊണ്ട് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്നില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാരണം ഈ മൊണാർക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇതിനുള്ള ഫണ്ട് ഇവരിവിടെ നിന്നാണ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ ഒരു സ്വകാര്യ സ്ഥാപനം സർക്കാരിന് നൽകുന്ന സമയത്ത് സർക്കാർ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇവരെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പോലുള്ള പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, അപ്പം അങ്ങനെ ഉയരുന്ന മറ്റൊരു ചോദ്യം, ഈ കമ്പനിക്ക് ഇതുകൊണ്ട് എന്തായിരിക്കും നേട്ടം? കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് വലിയ നേട്ടങ്ങളുണ്ട്. കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗവൺമെന്റ് പ്രൊജക്ട് ലഭിക്കുകയാണ്. അതായത് കേരള സർക്കാരുമായിട്ടാണ് ഒരു 5,000 കോടി രൂപയുടെ ഒരു പദ്ധതിയിൽ ഈ മൊണാർക്ക് എന്ന് പറയുന്ന കമ്പനി ഒപ്പിടുന്നത്. അപ്പോൾ അങ്ങനെ ഒപ്പിടുന്ന ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് അവർക്കത് വിദേശത്തുനിന്ന് പോലും ഈ പദ്ധതിയുടെ പേരിൽ ഇവർക്ക് ഫണ്ട് കളക്ഷൻ നടത്താൻ വേണ്ടി സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടാണ് ഹൈറിച്ച് പോലെയുള്ള MLM തട്ടിപ്പുകാർ ആളുകളിൽ നിന്ന് എങ്ങനെയാണ് പണം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥാപനം എവിടെയെങ്കിലും തുറക്കും, അതിനുശേഷം ആ സ്ഥാപനത്തെ ചൂണ്ടിക്കാണിച്ച് 1 കോടി രൂപയുടെ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേരിൽ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നത് 100 കോടി രൂപയായിരിക്കും. ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവർക്ക്. പിന്നെ ഇവർ പറഞ്ഞിരുന്ന സ്ഥലം എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിക്കും അയ്യമ്പഴയ്ക്ക് ഇടയിലാണ് ഈ ടൗൺഷിപ്പ് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രകൃതിലോലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെയൊക്കെ ടൗൺഷിപ്പ് എങ്ങനെ കെട്ടിപ്പൊക്കും എന്നുള്ളതിനെ കുറിച്ച് വരെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ജനപ്രതിനിധികളായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഇവരൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെയുള്ള ജനങ്ങൾ തന്നെ ആയിക്കോട്ടെ, അവർ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഇവിടെ 5,000 കോടി രൂപയുടെ നിക്ഷേപം വരാൻ പോകും, വലിയ എന്തോ പദ്ധതി വരാൻ പോകും, വളരെ വലിയ എന്തോ പദ്ധതി. പക്ഷെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഒരു ഭൂമി കച്ചവടമുണ്ട്, ഇവിടെ ഒരു അഴിമതിയുണ്ട്. ആ അഴിമതി ആര് എങ്ങനെ നടത്തി എന്നിവിടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്കാർ പകുതി വിലയ്ക്കാണോ ഇവർക്ക് ഭൂമി കൊടുക്കേണ്ടത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാർ സൗജന്യമായാണോ ഇവർക്ക് ഭൂമി കൊടുക്കാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതോ 99 വർഷത്തെ പാട്ടക്കരാറിലാണോ ഭൂമി നൽകാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് മൊണാർക്ക് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ലാൻഡ് പർച്ചേസ് ചെയ്ത് അവിടെ ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരുന്നെങ്കിൽ അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറിച്ച് സർക്കാരിന്റെ സൗജന്യ ഭൂമി വാങ്ങിയോ അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഭൂമി വാങ്ങിയോ അവിടെയാണ് ഈ ടൗൺഷിപ്പ് വരുന്നതെങ്കിൽ അതിലൊരു വലിയ അഴിമതിയുണ്ട്. കാരണം ഇവരുടെ മുമ്പുള്ള ഹിസ്റ്ററി, ഇവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകൾ ഒക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ പറയുന്നത് ഇതൊക്കെ പരിശോധിക്കും എന്നാണ് പറയുന്നത്. എല്ലാം പരിശോധിച്ച് ആ ഒരു പ്രൊജക്ടിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ്. 1,52,000 കോടി രൂപയുടെ നിക്ഷേപം എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമാണ്. പക്ഷേ ആ അഭിമാനാർഹമായ നിമിഷത്തിലും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഇതിനകത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എലിജിബിലിറ്റി ഇല്ലാത്ത ആർക്കും കൊണ്ടുവന്ന ഒരു പ്രൊജക്ട്, ഞാൻ ആദ്യം പറഞ്ഞത് ഇതാണ്, ഷിജു M വർഗീസിന്റെ കാര്യം പറയാൻ കാരണം ഇതാണ്. കാരണം ഷിജു M വർഗീസിനെ സംബന്ധിച്ചിട്ട് 10,000 രൂപ മാത്രം അസറ്റുള്ള ഒരു വ്യക്തിയാണ് 5,000 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ ഒരു ആത്മധൈര്യം എന്നൊക്കെ പറയുന്നത് ചാൾസ് ശോഭരാജിൽ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു ആത്മവിശ്വാസം, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മറ്റൊരു കാര്യം, അതായത് ഇപ്പം ഇതിന് സമാധാനമായിട്ട് ഇപ്പം സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭയിലേക്ക് എത്തുകയാണ്.
അത് നടപ്പാക്കുമ്പോൾ ഇത്ര രൂപ സ്വകാര്യ സർവകലാശാലകൾ സർക്കാരിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവിടെയും ഈ ഭൂമി കണ്ടെത്തലും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആണ് ചെയ്യുന്നെങ്കിൽ സമാനമായ ഒരു അഴിമതിയോടെ ഇത് അവിടെയും ഇല്ലേ? തീർച്ചയായും. കാരണം ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരുന്ന സമയത്ത് ഒരു വളരെ വലിയൊരു വിഷയമാണത്. അത് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട സബ്ജക്റ്റാണ്. കാരണം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് പഴയതുപോലെയൊന്നുമല്ല. അതായത് എല്ലാ പ്രാക്ടിക്കൽ, അതായത് എഴുതി കാണിക്കുന്ന തിയറികൾക്കപ്പുറത്ത് പ്രാക്ടിക്കലായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ നയം വന്നിട്ടുള്ളത്. പക്ഷെ അതിനനുസരിച്ചിട്ട് കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാറിയിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. നമ്മുടെ കുട്ടികളിൽ പലരും ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നിലവിലുള്ള ഒരു ഐക്യുവിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റമല്ല കേരളത്തിൽ ഉള്ളത് എന്നുള്ള പറയേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഇതൊരു കച്ചവടം മാത്രമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിന് കൃത്യമായ സിലബസുകളും കാര്യങ്ങളും ഒക്കെ UGC നിയന്ത്രണത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UGCകൾക്ക് സ്വകാര്യ സർവകലാശാലകളുടെ മേൽ നിയന്ത്രണമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് നമ്മൾ വേണം കരുതാനായിട്ട്. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്വകാര്യ സർവകലാശാലകളുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലിക്കൂട്ടിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ പല വിദേശ രാജ്യങ്ങളിലുമുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ സർക്കാർ ഡിപ്പോസിറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് പെർമിഷൻ കൊടുക്കുന്ന, അതായത് ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡോക്ടറേറ്റുകൾ കൊടുക്കാം, റിസർച്ചുകൾ നടത്താം. പക്ഷെ നല്ല രീതിയിൽ നടത്തുന്ന യൂണിവേഴ്സിറ്റികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഈ യൂണിവേഴ്സിറ്റികൾ നടത്തുവാൻ വേണ്ടി വരുന്ന ആളുകളുടെ ബിസിനസ് ഇൻട്രസ്റ്റ് വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ അതൊരിക്കലും സർക്കാർ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ വിഷയത്തിൽ അവിടെയും ഈ ഭൂമി, അത് ഞാൻ പറയുന്നത് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പ്രൊജക്റ്റുകൾക്ക് അല്ലെങ്കിൽ പദ്ധതികൾക്ക് സർക്കാർ ഭൂമി വിട്ടു നൽകേണ്ടതില്ല. അത് അവർക്ക് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വരുന്നു, ആ പ്രൊജക്റ്റ് സഫീഷ്യൻ്റ് ആണ് എന്ന് സർക്കാരിന് തോന്നിക്കഴിഞ്ഞാൽ സർക്കാരിന് തന്നെ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് സിയാൽ എന്ന് പറയുന്ന പദ്ധതി. സിയാൽ മാതൃകയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്നിട്ടുള്ള എല്ലാ പദ്ധതികളെയും നടപ്പിലാക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ സാധിക്കും. പക്ഷെ അതിന് ആർജവം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വ്യാവസായിക മന്ത്രി P. രാജീവ് വലിയ ഒരു ആഹ്ലാദത്തോടെ, അതിലേറെ ആവേശത്തോടെയാണ് ഈ സമ്മിറ്റുമായിട്ട് മുന്നോട്ട് പോയത്. ഇതിന് ശേഷമാകട്ടെ, അതിനോടൊപ്പം ആകട്ടെ, തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുന്ന എല്ലാ പോസ്റ്റുകളും പെയ്ഡ് പോസ്റ്റുകളാണ്. എന്നിട്ടും വല്ലാത്ത റീച്ച് മന്ത്രിക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതിനിടെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയെ കേന്ദ്രമന്ത്രി പൊളിക്കുക കൂടി ചെയ്തു. ഇതോടെ എയറിലായ ഒരാളായി മന്ത്രിയായി മാറിയിട്ടില്ല അദ്ദേഹം. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 വർഷം മുമ്പ് നിർത്തലാക്കിയ ഒരു റാങ്കിങ് സിസ്റ്റത്തിന്റെ പേരിൽ അതിൽ 1ാം റാങ്ക് എത്തി എന്നൊക്കെ പറഞ്ഞ് പരിഹാസനാവുന്ന ഒരു വ്യാവസായിക വകുപ്പ് മന്ത്രിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം ഉണ്ടാവണം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം പദ്ധതികളും പരിപാടികളും സംഘടിപ്പിക്കുന്ന രീതിയിൽ നിന്ന് ഗവൺമെന്റുകളും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മാറണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഇവിടെ ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ K. കരുണാകരനും EK. നയനാരും ഒക്കെ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളാണ് കേരളത്തിലുള്ളത്. അതിനുശേഷം വന്നിരിക്കുന്ന ആരും ഒരു പദ്ധതിയും വിഭാവനം ചെയ്തിട്ടില്ല എന്നുള്ള മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. മറിച്ച് ഇതുപോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 1,52,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു. കാരണം ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ വരാൻ പോവുകയാണ്. അതിനുശേഷം പിന്നീട് അടുത്ത മാർച്ചോടുകൂടി നിയമസഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിനു മുമ്പ് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണത്. നമ്മളിപ്പോൾ ഇത് മൊണാർക്കിനെ ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കമ്പനികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാനുണ്ട്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കാരണം ഇതൊരു ഭൂമി കച്ചവടമായിട്ടാണ് സർക്കാർ ഇതിനെ കണ്ടിട്ടുള്ളതുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരേണ്ടതാണ്. കാരണം കേരളത്തെ വിറ്റുതുലയ്ക്കാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇനിയൊരു അഴിമതിക്ക് നിന്നുകൊടുക്കാൻ കേരളം തയ്യാറാവാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത്തരം കമ്പനികളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരുണ്ടാകാനുള്ള സാധ്യതകളുണ്ടാകും. അത് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്ന ആളുകളൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അത് വരും ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ആരുടെയെങ്കിലുമൊക്കെ കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും ഒക്കെ ഇതിൻ്റെയൊക്കെ തലപ്പത്തുണ്ടാവും. ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിക്ഷേപ സംഗമങ്ങൾ നാടിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നാടിൻ്റെ യശസ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള അവസരങ്ങളാണ്. അതിനെ നമ്മുടെ വിഭവങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടുപോകുവാനുള്ള അവസരങ്ങളാക്കി മാറ്റുകയല്ല വേണ്ടത്. വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.